Hi everyone, welcome to my YouTube channel. അപ്പം ഇന്ന് നമ്മുടെ ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. എനിക്ക് ശരിക്കും ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ അറിയില്ല, പക്ഷെ ഞാനിങ്ങനെ എടുത്ത് പഠിച്ച് വരികയാണ്. അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ട്. അടുത്ത തവണ നമുക്ക് അതിലേറെ ബെറ്റർ ആയിട്ട് എടുക്കാം. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ വളരെ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഇടയിൽ കാക്ക, പൂച്ച, പട്ടി, മെയിനായിട്ട് കാക്ക കേട്ടോ, ഇത്തരം ജീവികളുടെ ശബ്ദമൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കാറ്റൊക്കെ വീശിട്ട് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പാറി അങ്ങ് പോകും. ഞാനതിങ്ങനെ ഒതുക്കി വെച്ച് കുറച്ച് ക്യൂട്ടാക്കാനൊക്കെ ശ്രമിക്കാം. എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ ലോങ് ഹെയർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹെയർ കെയർ ടിപ്സ് പറഞ്ഞു തരുമെന്നൊക്കെ. തള്ളല്ല, ശരിക്കും ചോദിക്കാറുണ്ട്. അവരുടെ അടുത്തൊക്കെ ഞാൻ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് ഹെയർ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി സമയവും മാറ്റി വയ്ക്കാറുണ്ട്. പിന്നെ ഈ ഹെയർ കെയർ ടിപ്സ് ചോദിക്കുന്നവരുടെ അടുത്തും അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് ഒറ്റ വാക്കിൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരുടെ അടുത്തും ഒന്നും പറയാതിരിക്കല്. ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടേ എൻ്റെ മനസ്സിലുള്ള ഒരു മെയിൻ കണ്ടന്റാണ് ഹെയർ കെയർ റൊട്ടീൻ, അതുപോലെ തന്നെ ഹെയർ കെയർ ടിപ്സൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഹെയർ കെയർ ടിപ്സ് ആവശ്യമാണ്, ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ കൂടെ ഞാൻ പറഞ്ഞുതരാം. ആസ് യൂഷ്വൽ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാനൊരു ഹെയർ പാക്കാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ പല ഹെയർ പാക്കുകളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയതും ഏറ്റവും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു ഹെയർ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഐറ്റാണ് ഉലുവ. നമുക്ക് ഏറ്റവും ചിലവ് കുറവായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഉലുവ. അതുപോലെ തന്നെ ഉലുവ അടിപൊളി സാധനമാണ്. ഒറ്റൊരു സാധനം കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ നമ്മുടെ തലയിലുള്ള താരൻ ഇല്ലേ, താരൻ കൂടുമ്പോൾ മുടി കൊഴിച്ചിൽ കൂടും. അത് മാത്രമല്ല, താരനുള്ള സമയത്ത് നല്ല രീതിയിൽ മുടി തലയിൽ ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ ആ ഒരു ചൊറിച്ചിൽ മാറിക്കിട്ടാൻ, അതുപോലെ തന്നെ താരൻ ഒഴിവാക്കാൻ, ഡാൻഡ്രഫ് പോവാൻ, ഹെയർ ഫോള് കുറയ്ക്കാൻ, ഹെയർ ഗ്രോത്തിനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. ഉലുവ ഞാൻ രാത്രി തന്നെ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ട് ഒരു 10 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്താൻ നോക്കുക. ഹെയർ ലെങ്ത്തിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക. അതുപോലെ ഫ്ലാക്സീഡ് 2 സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ ഉലുവ ചിലപ്പോൾ കുതിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട്. പക്ഷെ ബോയിൽ ചെയ്യുമ്പോൾ അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇത് തിളയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് പത വരും. അങ്ങനെ പത വന്നിട്ട് ആ ഒരു കൺസിസ്റ്റൻസി മാറി കുറച്ചുകൂടി കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ. വീഡിയോയിൽ കാണിക്കുന്ന പോലെ നല്ല രീതിയിൽ മഞ്ഞ കളറിൽ പത വന്നിട്ട് നമുക്കതിങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി കൊഴുപ്പ് പിടിച്ച പോലെ തോന്നുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ശരിക്കും ഒരു ജെല്ല് പോലെ ആവും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഫ്ലാക്സീഡും ഉലുവയും അരിച്ച് മാറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഏതൊരു പാക്കും നമ്മൾ ഹെയറിൽ ഇടുന്നതിന് മുമ്പ് കുറച്ചെങ്കിലും എണ്ണ തേച്ചിരിക്കണം. ഈ ഉലുവയൊക്കെ മുടി ഡ്രൈ ആക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ കുറച്ചെങ്കിലും എണ്ണ ഇട്ടിട്ട് വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ. ഒരുപാടൊന്നും വേണ്ട, പക്ഷെ കുറച്ചൊന്ന് ഡ്രൈ ആവാതെ നിൽക്കാൻ പാകത്തിനുള്ള അത്രയും എണ്ണ നമ്മൾ മുടിയിലിടണം. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് എപ്പോഴും മുടി ഒന്ന് കോംബ് ചെയ്തിട്ട് കുളിക്കാൻ പോകാൻ നോക്കുക. അത് മുടി ചെയ്യുന്നതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ വിരൽ ഉപയോഗിച്ച് കെട്ട് കളഞ്ഞിട്ട് വേണം ശരിക്കുള്ള ചീപ്പ് യൂസ് ചെയ്യാൻ. ഞാൻ എൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് ഒന്ന് കെട്ട് കളഞ്ഞ് വെക്കുന്നുണ്ട്. ഈ ഉലുവ ഹെയറിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം മുടി നമ്മൾ കെട്ടെടുത്ത് കളഞ്ഞാലും വളരെ കുറച്ച് മാത്രമേ കൊഴിയാറുള്ളൂ. ദെൻ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന അത്രയൊക്കെ തന്നെ എനിക്ക് ഓരോ തവണ മുടി ചെയ്യുമ്പോഴും കൊഴിഞ്ഞു കിട്ടാറുള്ളൂ. ഇനി നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ തന്നെ കാച്ചുന്ന ഹെയർ ഓയിലാണ്. ഈ ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്കതും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഡബിൾ ബോയിൽ ചെയ്യാതെ നേരെ എടുക്കുന്നത്. ഹെയർ ഓയിൽ റൊട്ടീൻ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അതും കാണിച്ചു തരാം, എങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഹെയറിൽ ഒരു പാക്ക് ഇടുന്നതിന് മുമ്പുള്ള എണ്ണ തേപ്പ് ആയതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഹെയർ ലെങ്ത്തിലേക്കാണ് എണ്ണ തേക്കുന്നത്.
മുടിയുടെ റൂട്ട് തൊട്ടിട്ട് എൻഡ് വരെ നല്ല രീതിയിൽ എണ്ണ എത്തിക്കണം. നമുക്കതിന് കയ്യിൽ ഓയിൽ ആക്കിയതിന് ശേഷം ഡീടാങ്കിൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എല്ലായിടത്തേക്കും എണ്ണ. ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഹെയറിന്റെ അറ്റത്ത് നല്ല രീതിയിൽ എണ്ണ തേക്കുക. അപ്പം മാത്രമേ സ്പ്ലിറ്റ് എൻഡ്സ് ഇല്ലാതിരിക്കുകയുള്ളൂ. സ്പ്ലിറ്റ് എൻഡ്സിനെ തടയണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എണ്ണ കൂടി തേക്കണം. സ്കാൽപ്പിൽ നമ്മൾ എണ്ണ തേക്കുന്ന സമയത്ത് കയ്യിൽ നല്ല രീതിയിൽ എണ്ണ എടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ വിരലിന്റെ അറ്റം വെച്ചിട്ട് നല്ലോണം തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്നത് പോലെ തോന്നും, പക്ഷെ അത് ഭയങ്കര പതുക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ല ടൈം എടുക്കും, കൈയൊക്കെ കുഴയും. എന്നാലും റെസ്റ്റ് എടുത്തിട്ട് വീണ്ടുമാണ് ഞാൻ ചെയ്യാറ്. ഒരു അരമണിക്കൂർ ഞാൻ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനും കൂടി വിടും. ദേ നമ്മുടെ പാക്ക് തണുത്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു ജെല്ല് പരുവത്തിലായിട്ടുണ്ട്. ആ പാത്രം പിടിച്ച് തിരിച്ചാൽ പോലെ അത് നിലത്ത് ചാടില്ല, അങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് അരിച്ചെടുക്കേണ്ടവർക്ക് അരിച്ചെടുക്കാൻ, ഞാൻ അരിച്ചിട്ടില്ല. അരിക്കുമ്പോൾ അത് ചൂടാറുന്നതിന് മുമ്പ് അരിക്കണം, എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് മുടിയുടെ അറ്റം തൊട്ടിട്ട് താഴെ വരെ നല്ലോണം ഫുൾ ആയിട്ട് തേച്ച് പിടിപ്പിക്കണം. ഈ ഉലുവ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉലുവ തണുപ്പിറങ്ങുന്നവർ, നീരിറക്കം പെട്ടെന്ന് വരുന്നവർ, പിന്നെ തലവേദനയൊക്കെ ഉണ്ടാവുന്നവർ ശ്രദ്ധിക്കണം. അല്ലാത്തവർക്ക് ഉലുവ അടിപൊളിയാണ്, എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. ഹെയർ ഓയിൽ ഇട്ട് മസാജ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു മസാജിന്റെ ആവശ്യമൊന്നുമില്ല. അത് ജസ്റ്റ് തേച്ച് പിടിപ്പിച്ചാൽ മതി. സ്കാൽപ്പിൽ ആദ്യം തേച്ച് പിടിപ്പിക്കുക, പിന്നീട് ഉള്ളതിനനുസരിച്ച് ഹെയർ ലെങ്ത്തിലും അപ്ലൈ ചെയ്യുക. പിന്നെ ടിപ്പിൽ അപ്ലൈ ചെയ്യാൻ നല്ലോണം ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ എണ്ണ തേച്ചിട്ടാണ് ഈ ഒരു പാക്ക് ഇടുന്നതെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യുക. അല്ല കുറച്ച് എണ്ണ മാത്രമേ തേച്ചിട്ടുള്ളെങ്കിൽ പിന്നീട് ഒരു ഷാമ്പുവിന്റെ ആവശ്യമൊന്നുമില്ല. നോർമൽ വെള്ളത്തിൽ തന്നെ നമുക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു അരമണിക്കൂർ മുടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയർ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.